പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രഭാതത്തിൽ ഡെയിലി മെന്നയായി നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവമായ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം നമുക്ക് അനുഗ്രഹമാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സ്നേഹത്തോടെ, ക്രിസ്തുയേശുവിൻ്റെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ സ്നേഹാതുരത്തോടെ, കൃപയോടെ എഴുന്നേൽക്കുവാൻ, ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ നമുക്ക് ശക്തിയും ബലവും തന്ന അഖിലാണ്ടത്തിനുടയവനായ സർവേശ്വരനായ യഹോവയ്ക്ക്, യേശു കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ദൈവവചന ചിന്തയോടെ ആരംഭിക്കുന്നതിന് ആധാരമായി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. യേശു കർത്താവിൻ്റെ നിയോഗത്തിനകത്തുള്ള വാക്യമാണ്. ഗ്രേറ്റ് കമ്മീഷൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയാവുന്ന യേശു കർത്താവ് ക്രൂശീകരണം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾക്കകത്ത് അതിപ്രധാനവും അതിപ്രാധാന്യവുമുള്ള ഒരു വേദവചനമാണ്. യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് കേട്ട വചനമാണ് കുറിച്ചത്. ലൂക്കോസ് കുറിച്ചതാണ് വായിച്ചു കേട്ടത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, 2 വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാതലായി അർത്ഥം ശക്തി ലഭിച്ചിട്ട് എന്ന് ആണെങ്കിലും അത് എപ്പോഴാണെന്ന് കൃത്യമായി യേശു കർത്താവ് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നും കർത്താവ് പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്ക എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ലൂക്കോസ് യേശു കർത്താവിൻ്റെ കാലത്ത് യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും യേശുവിനെ അറിയാം, യേശുവിന് ലൂക്കോസിനെ അറിയാം എങ്കിലും ഒരു ഡോക്ടർ പ്രൊഫഷനോടെ ഇരിക്കുന്ന അദ്ദേഹം യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിനകത്ത് 3 ആ ചെറിയ സർക്കിളിനകത്തോ 12 എന്ന് പറയുന്ന സർക്കിൾ വലയത്തിനകത്തോ ഉള്ളയാളല്ല. പക്ഷേ യേശു കർത്താവിൽ വിശ്വസിക്കുകയും തൻ്റെ പ്രൊഫഷനേക്കാൾ ഉപരി യേശു കർത്താവിൻ്റെ ദൈവത്വത്തിൽ ആശ്രയിക്കുകയും അത് വിശ്വസിക്കുകയും അത് ഉറപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം തൻ്റെ അറിവും തനിക്കുള്ള പാണ്ഡിത്യവും തനിക്കുള്ള കഴിവും വിനിയോഗിക്കുകയും ചെയ്യുന്നതാണ് ലൂക്കോസ് ഒരു സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ലൂക്കോസ് എഴുതുമ്പോൾ പോലും വിചാരിച്ചിട്ടില്ല ഇത് ആ സമൂഹത്തിനും അന്നത്തെ സമൂഹത്തിനും കൂടാതെ ഇന്ന് നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് 20-21 നൂറ്റാണ്ടുകൾ നമ്മൾ കൂടെ വായിച്ച് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് യേശു കർത്താവിനെ മനസ്സിലാക്കും, യേശു കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുമെന്ന്, യേശു കർത്താവിന്റെ ആ വാക്കുകളെ നമ്മൾ സ്വീകരിക്കുമെന്ന് ലൂക്കോസ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ പെന്തക്കോസ്തിന്റെ വഴിത്തിരിവിന് കാരണമായ വേദവചനമാണിത്. ആഗ്നസ് ഓസ്മാൻ എന്ന പെൺകുട്ടി അഭിഷേകം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവ് നിറയുവാൻ ഒക്കെ കാരണമായ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അഥവാ ഒരു തരത്തിൽ പറഞ്ഞാൽ ലൂക്കോസ് എന്ന ഈ വൈദ്യനാണ്. ഇവിടെ ഈ വേദഭാഗത്ത് പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇതൊരു വാക്ക് നമ്മൾ പഴയ കാലത്തേക്ക് ഇപ്പോഴത്തേക്ക് എത്രത്തോളം അറിയാമെന്നറിയില്ല. ടാരി മീറ്റിംഗ്, കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ. ഇപ്പൊ ഒരു ചോദ്യം, ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ ഒരു ചോദ്യം നിഴലിച്ചു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് എപ്പോഴാണ് വരുന്നത്? അത് സ്നാനപ്പെടുമ്പോൾ കൂടെ വരികയാണോ? അത് ഈ നോമിനൽ ചർച്ച്, നാമധേയ ക്രിസ്ത്യൻ ചർച്ചുകൾ ചെയ്യുന്നത് പോലെ ആ ചെറുപ്പകാലത്ത് ശിശുസ്നാന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് വരികയാണോ? ജനന സമയത്ത് വരികയാണോ? അതോ ഇതിനെ കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടു കൂടിയാണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഒരു വാക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്ന വാക്കുകൾ പുറം ലോകത്തോടല്ല,
യേശുവിനെ അറിയാത്തവരോടല്ല, കൽപ്പന അറിയാത്തവരോടല്ല, ശിഷ്യന്മാരോട്, തൻ്റെ ശിഷ്യന്മാരോട്. അതിലുപരി യേശുവിനെ അറിയാം, യേശുവിൻ്റെ വചനം കേട്ടവർ, 3.5 വർഷം കർത്താവിനോടുകൂടെ നടന്നവർ, അത്ഭുതവും അടയാളവും കണ്ടവർ, യേശു കർത്താവിലല്ലാതെ നിത്യജീവനില്ലെന്ന് മനസ്സിലാക്കുക, അവരോടാണ് പറയുന്നത്, നിങ്ങൾ കാത്തിരിപ്പീൻ, യെരൂശലേം വിട്ടുപോകാതെ. ഇതിനകത്തൊരു വലിയ പ്രാധാന്യമുണ്ട്. ഒരുവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവരെ നിയോഗത്തോടെ ഇറക്കിയാൽ കർത്താവുമായിട്ടൊരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, ഒരുവരെ നിയോഗത്തോടെ ഇറക്കിയാൽ, ഒരു കാര്യത്തിന് വേണ്ടി ഇറക്കുമ്പോൾ ദൈവം പറഞ്ഞതായി ഇറങ്ങാമെന്നല്ല, മറിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ദൈവത്തിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വരുന്നത് വരെ കാത്തിരിക്കണം, വരുന്നത് വരെയല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് വന്നു ശരി, വരുമ്പോൾ അതിനെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുക. വരുമ്പോൾ നിങ്ങളിൽ ഒരു പ്രകടമായ മാറ്റമുണ്ട്, ശക്തി ലഭിച്ചിട്ട്. ഈ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവുക, എങ്ങനെയാന്നൊക്കെ ചോദ്യത്തിനിടയ്ക്ക് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ശക്തി ലഭിച്ചെന്ന് എങ്ങനെ തിരിച്ചറിയാം? നിനക്ക് പരിശുദ്ധാത്മാവ് വന്ന് ശക്തി ലഭിച്ചത് എങ്ങനെ തിരിച്ചറിയാം? അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതറിയണമെങ്കിൽ പ്രകടമായ മാറ്റം അന്തരംഗത്തിൽ ഉണ്ടാകുന്നത് പുറമേ അത് നിഴലിക്കും, അത് പ്രതിഫലിക്കും. അത് വ്യക്തമായി ഒരു തെളിവ് പറയാം. ഒരിക്കലേ യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തടുത്ത രാത്രിയിൽ കർത്താവിനെ റോമൻ പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകെ അനുഗമിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹ നിമിത്തമായിട്ട് ഒരു ശിഷ്യൻ അനുഗമിക്കുക, പേര് പത്രോസ്. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത്തു നിന്നൊരു വേലക്കാരി പെൺകുട്ടി, 3 പേരെ ചോദിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞതിനകത്ത് ഒരു വേലക്കാരി പെൺകുട്ടി, ഒരു ബാല്യക്കാരി, വലിയ വോയിസ് ഒന്നും ഇല്ലാത്ത ഒരു വേലക്കാരി പെൺകുട്ടി. അവൾ വന്നിട്ട് ചോദിച്ചു, പത്രോസേ, നീയും ആ ഗലീലക്കാരൻ യേശുവിന്റെ കൂടെ ഉള്ളവനല്ലേ? അവിടെ എഴുതിയിരിക്കുന്ന വചനം, അവൻ അല്ല എന്ന് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. വാഗ്ദത്ത നിവർത്തിയായിരുന്നെങ്കിലും ഭയം ഉള്ളിൽ തട്ടി പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഈ മനുഷ്യനെ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സെയിം വ്യക്തിത്വത്തെ കാണാം. ഈ ആള് മാറിയിട്ടില്ല, ആളുടെ രൂപത്തിന് മാറ്റമില്ല, ഭാവത്തിന് മാറ്റമില്ല, ചില ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പുരോഹിതന്മാരുടെ, പരീശന്മാരുടെ, സദൂക്യരുടെയും അവിടെ നിന്ന് വലിയ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാ. വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടുവിറച്ച് അതേ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, ആരെയാണോ തള്ളിപ്പറഞ്ഞ ആ വ്യക്തിത്വത്തെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത്, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന ആ യേശു എന്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവിക അവതാരമാണെന്ന്, ദൈവത്തിന്റെ നിയോഗമാണെന്ന്, തന്റെ ഐശ്വര്യങ്ങൾ ഉപേക്ഷിച്ച്, തന്റെ ഐശ്വര്യങ്ങൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴോട്ടിറങ്ങി വന്ന ദൈവരൂപമാണെന്ന് ഇത് കേട്ട് അവിടെ നിന്നുകൊണ്ട് അന്തരംഗത്തിൽ കുത്തുകൊണ്ട്, വചനം കേട്ട് കുത്തുകൊണ്ട് 3000 പേർ സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു. ഇതാ ശക്തി ലഭിച്ച് തിരിച്ചറിയുന്നത്. വ്യക്തിക്ക് മാറ്റമില്ല, പത്രോസേയും രൂപത്തിന് മാറ്റമില്ല, ഭാവത്തിന് മാറ്റമില്ല, ആകാര വടിവിന് വ്യത്യാസമില്ല, അതേ രൂപം, അതേ ഭാവം. പക്ഷെ അന്തരംഗത്തിൽ ഇവിടെ ഒരു വ്യത്യാസം, ആ ഭയം മാറി. ഇതിന്റെ പേരാണ് ശക്തി ലഭിച്ചിട്ടെന്ന് പറയുന്നത്. ഇന്ന് എങ്ങനെ അറിയാം പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചോന്ന്? ഇത്രേ ഉള്ളു കാര്യം. പരിശുദ്ധാത്മാവിന് ശക്തി ലഭിച്ചാൽ കുഞ്ഞെ ഇതിനു വേണ്ടി കാത്തിരിക്കണം. നിനക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ, മുന്നോട്ടുള്ള നിന്റെ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ, നിന്റെ ജോലി ഒരു വിഷയമാകത്തില്ല, മുമ്പിൽ നിൽക്കുന്ന ഈ ആളുകൾ ഒരു വിഷയമാകത്തില്ല, സാഹചര്യങ്ങൾ ഒരു വിഷയമാകത്തില്ല. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ ഈ ഗൈഡൻസ് വരും, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വരും. നീ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും, മുൻപിലുള്ള ആളുകൾ നിനക്കൊരു പ്രതിസന്ധി ആകത്തില്ല. കാരണം നിന്റെ അകത്തുള്ള ശക്തിയെക്കുറിച്ച് നീ ബോധവാനായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെ ശക്തി ലഭിച്ചിട്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ ഈ ശക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ. ഏതെങ്കിലും വിഷയത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഇല്ല കുഞ്ഞേ, ഈ ദൈവപാദത്തിൻ്റെ ഈ ശക്തി ഒന്ന് പ്രാപിച്ചേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചേ, നീ ശക്തിപ്പെടുക, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ളവരെ, മറ്റ് ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും വിഷയത്തിൽ ഞരങ്ങുന്ന, ഭാരപ്പെടുന്ന, ഭയപ്പെടുന്നവരെ
പരിശുദ്ധാത്മ ശക്തിയോടെ സ്ട്രോങ് ആകാൻ, ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, കൃപ പകരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും, യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവത്വവും അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ യഹോവയുടെ ചിറകിൻ്റെ അടിയിൽ മറയാം. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്.